സ്നേഹിച്ച പെൺകുട്ടി അടക്കം സ്വന്തം കൂടപ്പറപ്പ്, സ്വന്തം തൻ്റെ തന്നെ ചോരയിൽ ജനിച്ച അനിയൻ ഉൾപ്പെടെ, അമ്മ ഉൾപ്പെടെ 6 പേരെ അതിക്രൂരമായി ആക്രമിച്ചു. അതിൽ 5 പേർ മരിച്ചു. അമ്മ മരണത്തോട് മല്ലടിച്ച് കഴിയുന്നു. ഈ 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫാനെ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? നമുക്കറിയില്ല. കാരണം നമ്മളാരും ചിന്തിക്കാത്ത കാര്യമായതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്ത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. നമ്മളൊന്നും ആ ഒരു ജീവിത സാഹചര്യത്തിലല്ല വളർന്നു വരുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ദുരൂഹമാണ്, നമുക്ക് അപ്രാപ്യവുമായിട്ടുള്ള ഒരു മേഖലയാണ്. അദ്ദേഹം സൈക്കോയോ സൈക്കോഫൈലോ വല്ലതുമാണോ എന്നുള്ളത് നമുക്കറിയില്ല. അതെല്ലാം മനഃശാസ്ത്രജ്ഞന്മാരും പോലീസുകാരും വിദഗ്ധന്മാരും ഒക്കെ പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഒന്ന് ഞാൻ പറയാം, നമ്മുടെ നാട്ടിലെ പ്രായമായ അമ്മമാരെയൊക്കെ വയസ്സായി അവശതയിലായി കഴിയുമ്പോൾ, അവർ നിസ്സഹായരായി കഴിയുമ്പോൾ അവരെ കൊണ്ട് ഗുരുവായൂർ നടയിൽ അതുപോലെ ക്ഷേത്രങ്ങളുടെ നടയിൽ ഇട്ടിട്ട് വരുന്ന മക്കളുണ്ട്. ആ മക്കളെ പറ്റി വളരെ മോശമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അവിടെ കൊല്ലുന്നില്ല. അവിടെ നമ്മൾ ക്രൂരരായിട്ടുള്ള മക്കളില്ല എന്നാണ് നമ്മൾ കരുതാറുള്ളത്. ഇതിലും ക്രൂരരായിട്ട് മറ്റൊന്നും, അതെ, ആ ക്രൂരതയാണ്. അതെ, പക്ഷേ അതിലും വലിയ ക്രൂരതയാണ് ഇപ്പോൾ സ്വന്തം അമ്മയോട്, സ്വന്തം കാമിയോട്, സ്വന്തം അനിയനോട് ഒക്കെ ഈ അഫാൻ എന്ന് പറയുന്ന 23കാരൻ കാണിച്ചിരിക്കുന്നത്. നമ്മളെ ഞെട്ടിക്കുന്ന, നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടേയിരിക്കുന്ന, പിന്തുടരുന്ന, മനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മരണത്തിൻ്റെ മൃത്യുകുംഭമായിട്ട് വെഞ്ഞാറമ്മൂടെന്ന് പറയുന്ന സ്ഥലം, തിരുവനന്തപുരത്തു നിന്ന് വളരെ അകലെയല്ലാത്ത ഈ വെഞ്ഞാറമ്മൂട്, സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെയൊക്കെ നാടായിട്ടുള്ള ആ വെഞ്ഞാറമ്മൂട്, ആ സുരാജിൻ്റെ പേര് കൊണ്ട് എത്രമാത്രം ഖ്യാതിയിലേക്ക് ഉയർന്നു വന്നു, അത്രമാത്രം അധോഗതിയിലേക്ക് ഈ അഫാൻ എന്ന പേര് കൊണ്ട് അധോഗതിയുടെ പാതാളങ്ങളിലേക്ക് പോയിരിക്കുന്ന നിമിഷങ്ങളാണിത്. ഇവിടെ ഇപ്പോൾ താങ്കൾ ചോദിച്ചത് എന്തുകൊണ്ടെന്ന്, പക്ഷേ നമുക്കറിയില്ല. സൈക്കോഫൈൽസ് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയുന്നുള്ളൂ. പക്ഷേ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ആൾക്കാരാണ് അതിക്രൂരമായിട്ടുള്ള ഇത്തരം കൊലപാതകങ്ങൾ നടത്താറുള്ളത്. ഒന്ന്, കെമിക്കൽ ഡ്രഗ്സ്, ADMA അല്ലേ എൻ്റെ പേര്, MDMA, പേര് പോലും അറിയില്ല, അത്രയും പരിചയമുള്ളൂ എനിക്കത്. MDMA എന്ന് പറയുന്നത് പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സ്, കൃത്രിമ ഡ്രഗ്സ് കഴിക്കുന്നവർ. പേര് പറയുന്നതിനൊരു കുട്ടികൾക്ക് പോലും സുപരിചിതമാണ്, കടകളിൽ പോലും ലഭ്യമാണ്, മിഠായികളുടെ രൂപത്തിൽ, ഗുളിക രൂപത്തിൽ ഒക്കെ ലഭ്യമായിട്ടുള്ള വസ്തുവാണത്. സ്കൂളുകൾക്ക് മുമ്പിൽ ഇതിൻ്റെ ഏജൻറ്റുമാരുണ്ട്, ഭിക്ഷക്കാർ തന്നെ ഏജൻറ്റുമാരായിട്ട് എത്താറുണ്ട്. അങ്ങനെ പലതരത്തിൽ പല രൂപങ്ങളിൽ നമ്മളറിയാതെ നമുക്കിടയിൽ തന്നെ രഹസ്യമായിട്ട് പോലീസുകാരുടെ മക്കൾക്കിടയിൽ, സിനിമാ നടന്മാരുടെ മക്കൾക്കിടയിൽ, വലിയ വലിയ കുടുംബങ്ങളിലെ ആഡംബരപ്രിയരായിട്ടുള്ളവരുടെ മക്കൾക്കിടയിൽ ഒക്കെ ഇങ്ങനെ സന്നിവേശിച്ചുകൊണ്ട് ഇരിക്കുകയാണത്. ആ ക്രൂരതയുടെ മരുന്ന് സന്നിവേശിച്ചുകൊണ്ടിരിക്കുക. സമൂഹത്തിന് വലിയ വിപത്തായിട്ട് കുഷ്ഠരോഗം പോലെ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുക. സനാതനധർമ്മമല്ല കുഷ്ഠം, ഈ മരുന്നിൻ്റെ വ്യാപനമാണ്, എല്ലായിടത്തും എത്തുന്നുണ്ട്. പക്ഷേ അഫാനിലേക്ക് വിദഗ്ധന്മാർ പറയുന്നത് ഇത് കുറച്ച് ഉള്ളിൽ ചെന്നാൽ പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല, മനുഷ്യനല്ലാതായി തീരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയും. അതിക്രൂരമായ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിന് അഡിക്റ്റ് ആയവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺ അല്ല. അവരുടെ ഒരു കൗതുകം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ നിന്ന് പൈപ്പ് വെള്ളത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉന്നത മർദ്ദത്തോടു കൂടി ചീറ്റുമ്പോൾ ആ ചീറ്റുന്നത് പോലെ രക്തം ചീറ്റുന്നത് കൊണ്ട് സന്തോഷിക്കുന്നവരാണ്. നമ്മളെപ്പോലുള്ളവർ രക്തം കണ്ടാൽ തലകറങ്ങി വീഴും. അതെ, ഇവരാ രക്തം ചീറ്റുന്നത് കണ്ട് പൊട്ടി ചിരിക്കുന്ന മനഃശാസ്ത്രത്തിലേക്ക് ഇവർ മാറും. അതുപോലെ തന്നെ ഈ ഡ്രഗ് അഡിക്റ്റുകൾ മാത്രമല്ല, തീവ്രവാദ സംഘടനകളുടെ പരിശീലനത്തിന് പോയിട്ടുള്ള ചില ആൾക്കാർ, അവരും ഇതിൽ സന്തോഷിക്കുന്നവരാണ്. അവരൊക്കെ അങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടത്തിയതായിട്ട് നമുക്കറിയാം. നെഞ്ചിൽ, ഹൃദയത്തിലെ ആഴത്തിൽ ആഴ്ന്നിറങ്ങുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൂരമായ മുറിവുകൾ, അങ്ങനെ കൊല്ലപ്പെട്ടവരുണ്ട്. നമുക്ക് ആലപ്പുഴയിലെ ഒരു രഞ്ജിത്ത് ശ്രീനിവാസൻ, അതുപോലെ തന്നെ മഹാരാജാസ് കോളേജിൽ പഠിച്ച അഭിമന്യു, അവരെല്ലാം ഈ തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള മരണത്തിന് വിധേയരായിട്ടുള്ളവർ. ഈ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം വാസ്തവത്തിൽ തല വെട്ടിപ്പിളർന്നാണ്. അതേസമയം അഭിമന്യുവിനെ അങ്ങ് പറഞ്ഞതുപോലെ കത്തി പോലുള്ള ഒരു വളരെ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ഈ കുത്തി
കൊലപ്പെടുത്തുകയായിരുന്നു. അതുപോലെ ചെങ്ങന്നൂരിൽ ഒരു വിശാൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, ഒരു വിദ്യാർത്ഥിയെ ഇതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഇരയായി കൊല്ലപ്പെട്ടയാളാണ്. ഇങ്ങനെ പലരും ഉണ്ട്. ഇതിൽ ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെത് പോലെ തന്നെ അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ പാലക്കാട് ഒക്കെ ശ്രീനിവാസൻ അല്ലെ സഞ്ജിത്ത് അങ്ങനെയൊക്കെ ഉള്ളവരുടെ എല്ലാം കൊലപാതകങ്ങൾ ഈ തരത്തിൽ അങ്ങിപ്പോ പറഞ്ഞതുപോലെയാണ് നടന്നത്. അതിക്രൂരമായ ജയകൃഷ്ണ മാസ്റ്ററുടെ പോലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് കൊല്ലാൻ തോന്നിയ ടി.പി. ചന്ദ്രശേഖരൻ 51 വെട്ടുവെട്ടിയിട്ട് അത് തലയ്ക്ക് തന്നെ. നമ്മൾ അറബ് മൃഗങ്ങളോട് പോലും കാണിക്കാത്ത ക്രൂരതയാണ് ടി.പി. ചന്ദ്രശേഖരൻ ഈ മനുഷ്യരോട് നമ്മൾ കാണിക്കുന്നത്. എന്നിട്ട് ആനയെ കുറ്റം പറയുന്നത്, പുലിയെ കുറ്റം പറയുന്നത്. പുലി ഇറങ്ങി വരുന്നു, കൊല്ലുന്നു, ചവിട്ടുന്നു, അതത്രേ ചെയ്യുന്നുള്ളൂ. കൊന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റിയ കൊണ്ട് അടിച്ചിട്ട് സ്വന്തം കാമുകിയുടെ തല വെട്ടി പിളർന്നിട്ട് ചിന്തിക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പറയുമ്പോൾ കേൾക്കുന്നവർ കൂടി സാഡിസ്റ്റുകളാകി പോകും. സാഡിസ്റ്റ് മനോഭാവത്തിലേക്കാണ് ഈ അഫാൻ പോയിരിക്കുന്നത്. സാഡിസ്റ്റായിട്ട് മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്ര ക്രൂരകൃത്യങ്ങൾ ചെയ്യില്ല, സാഡിസ്റ്റായിരിക്കുന്നു. അതായത് ഈ ഡ്രഗുകൾ, ഈ MDMA പോലുള്ള ഡ്രഗുകൾ മനുഷ്യരെ സാഡിസ്റ്റുകളാക്കി മാറ്റുന്നു, മനുഷ്യരല്ലാതാക്കി മാറ്റുന്നു, അവൻ്റെ ബോധമില്ലാതാക്കുന്നു, അവൻ്റെ ദയയില്ലാതാക്കുന്നു, അവനെ ക്രൂരരായിട്ട് നമുക്കും ചിന്തിക്കാനും പോലും പറ്റാത്ത ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നതെന്ന് വീണ്ടും ഒരിക്കൽ കൂടി. ഇത് മാത്രമല്ല, ഈ പരമ്പരയിൽ നേരത്തെയും ആൾക്കാരുണ്ടായിരുന്നു, സൈക്കോകളായിട്ടുള്ള മരണത്തിൻ്റെ വ്യാപാരികളായിട്ട് നിന്നിട്ടുള്ള റിപ്പർ ചന്ദ്രൻ ഇതുപോലെ ചുറ്റി കടിച്ചാണ് വഴി കിടന്നവരെ കൊന്നുകൊണ്ടിരുന്നത്. സീരിയൽ കില്ലേഴ്സാണ് അവർ. സീരിയൽ ഇയാൾ അങ്ങനൊന്നുമല്ല, 23 വയസ്സേ ഉള്ളൂ, ആരെയും കൊന്നതായിട്ട് ഇതുവരെ ചരിത്രമില്ല. അതുപോലെ തന്നെ ചാൾസ് ശോഭരാജ് മയക്കുമരുന്നിൻ്റെ അടിമയായിരുന്നു അയാൾ. അതുപോലെ ഒരാൾ പറയുന്നത് അമ്പലമുക്ക്, തിരുവനന്തപുരത്ത് തന്നെയുള്ള അമ്പലമുക്ക് കൃഷ്ണകുമാർ, അദ്ദേഹം ഇതുപോലെ ഡ്രഗിൻ്റെ അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ കുത്തി മനുഷ്യ ശരീരത്തെ കാഠത്തിൽ മുറി വെച്ച് ചീറ്റുന്ന ചോര കണ്ട് ആനന്ദിക്കുന്ന ആ മനോനില കൈവരിച്ച ഒരാളാണെന്ന് പറയുന്നു. സാഡിസ്റ്റുകളാണ് ഇവർ. ഇത് മനഃശാസ്ത്രജ്ഞന്മാർ പറയേണ്ട വിഷയമാണ്. ഞാനൊരു മനഃശാസ്ത്ര വിദഗ്ധനല്ല, ഒരു മനുഷ്യൻ മാത്രമാണ്. പക്ഷേ നമ്മുടെ മനസ്സിന് എന്നേക്കും അലോസരം ഉണ്ടാകുന്ന കൃത്യങ്ങളാണ് നടന്നിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ ഇങ്ങനെയുള്ള അപചയം, ജീർണത സംഭവിച്ചിട്ടുണ്ട്. ഈ ഡ്രഗിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഡ്രഗ് എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് സമൂഹത്തിന് ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ അതീവ രഹസ്യമായിട്ട് ആ സാധനങ്ങൾ ഇങ്ങനെ 1 to 1 ആയിട്ട് ഇങ്ങനെ കൈമാറപ്പെട്ടുകൊണ്ടിരിക്കും. വിവിധ പേരുകളിൽ സ്കൂളുകളിൽ, കോളേജുകളിൽ, സിനിമാശാലകളിൽ, വഴിയോരങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ എല്ലാം നമ്മൾ മാന്യന്മാരാണെന്ന് വിചാരിച്ചിരിക്കുന്ന വളരെ സുന്ദരന്മാരും അതുപോലെ ആഡംബരമുള്ളതും വില കൂടിയമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സുമുഖന്മാരായിട്ടിരിക്കുന്ന പലരും ഇതിൻ്റെ അഡിക്റ്റുകളാണ്. വലിയ വലിയ വീടുകളിൽ വലിയ തറവാടുത്ത ഘോഷണം നടത്തുന്ന വീടുകളിൽ പോലും ഇതിൻ്റെ അടിമകൾ പതിയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ അവർ ഒളിയിരിക്കുന്നു. ഭേദമില്ലെന്നാണ്. നമ്മുടെ ഈ സെലിബ്രിറ്റികളുടെ മക്കൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അതുപോലെ നടക്കുന്ന ഈ സെലിബ്രേഷനുകൾ, മഴ നൃത്തം പോലുള്ള സെലിബ്രേഷനുകൾക്ക് ഊർജം പകരാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കാരണം സ്റ്റാമിന കൊടുക്കും, അത്രയും മണിക്കൂറുകളോളം. ക്രൂരത മാത്രമല്ല, സ്റ്റാമിനയും കൊടുക്കും. മണിക്കൂറുകളോളം എന്തും ചെയ്യാനുള്ളൊരു കരുത്ത് മനുഷ്യനെ മനുഷ്യനല്ലാക്കി ചെകുത്താനാക്കി മാറ്റി. ചെകുത്താനെന്നും പറഞ്ഞാൽ പോലെ ചെകുത്താനേക്കാൾ വലിയ ചെകുത്താന്മാരുടെ ചെകുത്താനാക്കി. നോക്കൂ, നമ്മുടെ ഒഥല്ലോ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള ദുരന്ത നാടകത്തിൽ പോലും ഒഥല്ലോ എന്ന് പറയുന്ന അതിശക്തനായ പടയാളി ഡെസ്ഡെമോണയുടെ ദേഹത്ത് ഒരു പരിക്ക് പോലും ഏൽപ്പിക്കാൻ തയ്യാറാവുന്നില്ല. ഇത്ര മനോഹരമായി മുഖത്ത് ഞാൻ എങ്ങനെ പരിക്കേൽപ്പിക്കും, അവൾ തന്നെ വഞ്ചിച്ചു എന്ന് മറ്റൊരാൾ വിശ്വസിപ്പിച്ചിട്ടും അയാളത് വിശ്വസിച്ചിട്ടും അങ്ങനെ ക്രൂരമായിട്ട് ആസിഡ് ഒഴിച്ച് പൊള്ളിക്കുന്നില്ല. ആ തരത്തിലുള്ള ഒന്നും ചെയ്യാൻ അയാൾക്ക് കഴിയുന്നില്ല. ആ മുഖം, നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ ഇവന് പിന്നെ എങ്ങനെ തോന്നി? 21 വയസ്സുകാരൻ അവൻ്റെ കാമുകിയുടെ മുഖം കണ്ടിട്ട്, സുന്ദരമായ ആ മുഖം, ഫർസാനയുടെ സുന്ദരമായിട്ടുള്ള ആ മുഖം കണ്ടിട്ട് ഒരു മനുഷ്യന് പോലും തോന്നാത്ത വാത്സല്യം, പ്രായമായവർക്ക് വാത്സല്യവും ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ സ്നേഹവും തോന്നുന്ന ആ മുഖത്ത് ചുറ്റിയുകൊണ്ട് അടിച്ചടിച്ച് അത് വികൃതം കമന്ന് വീണ് കിടന്ന് പിടഞ്ഞ് കരഞ്ഞ് മരിച്ചപ്പോൾ ഒരൊറ്റയാൾ പോലും ഇല്ലായിരുന്നു. വളരെ രഹസ്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കി. എന്നിട്ട് ഗ്യാസും തുറന്നു വിട്ട്
വാതിലുകളെല്ലാം ബന്ധിച്ച് ഗേറ്റ് മടച്ച് അവസാനമാണ് അവൻ വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ ഈ ധീരകൃത്യം ചെയ്തിട്ടുണ്ട്. എന്തോ വലിയ മഹത് കൃത്യം ചെയ്തതുപോലെയാണ് അവിടെ ചെന്ന് നരകത്തിലെ ചെകുത്താന്മാരെല്ലാം കൂടെ ചേരുന്നതിൻ്റെ ക്രൗര്യവും ക്രൂരതയും ദൈവാവായ്പില്ലായ്മയും എല്ലാം കൂടെ ചേർന്ന ഒരു കരാള രൂപം എന്ന് മാത്രമേ ആണ് നിൻ്റെ മനസ്സ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമ്മുടെ സാധാരണ മനുഷ്യരുടെ ഒക്കെ ഒരു ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള നമ്മുടെ മനസ്സിനെ മാത്രമല്ല മസ്തിഷ്കത്തെയും മരവിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള കൊലപാതകം ആണ് നടത്തിയിട്ടുള്ളത്. നീ എന്ന് എത്ര ശിക്ഷ കിട്ടിയാലും മതിയാവാത്ത ഒരു ക്രൂരകൃത്യമാണ് ഇത്. ആളൂരിനെ പോലെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഈ രക്ഷിക്കാനുണ്ടാവും. ചെന്താമരയേക്കാളും ക്രൂരമായിട്ടുള്ള കൃത്യമാണ്. തിരുവനന്തപുരത്ത് നന്തങ്കോട് അച്ഛനെയും അമ്മയും അമ്മുമ്മയെയും സഹോദരിയെയും കൊലപ്പെടുത്തിയ കേടൽ എന്ന് പറയുന്ന അയാൾ മാനസിക രോഗി മാത്രമല്ല, അയാളും ഇതുപോലെ മയക്കുമരുന്നിന്റെ അടിമയായിരുന്നിരിക്കണം. അങ്ങനെ അയാളിപ്പോ എന്തായാലും മെന്റൽ സാനിറ്റോറിയത്തിലാണ്, പുറത്തല്ല. അയാള് അവിടെയും വലിയ അക്രമകാരിയാണ്. ഡ്രഗ് കുറെ കഴിച്ചു കഴിയുമ്പോൾ മെന്റലി ഡീറേഞ്ച്ഡ് ആവുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം മാനസികമായ പ്രശ്നങ്ങളുടെ അച്ഛനെയും അമ്മയും കൊള്ളുന്ന ആൾക്കാരുണ്ട്. അത് കാരണം അങ്ങനെയാണ്, സ്വബോധമില്ലാതെയാണ്. ഇത് ഒരു തരം ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് മയക്കുമരുന്ന് ഇന്റർനെറ്റിലൂടെയാണ് മഴു ഓർഡർ ചെയ്ത് വാങ്ങിയത്, എന്നിട്ട് അത് ഉപയോഗിച്ചാണ് ഇവരെല്ലാം തീർത്തത്. നമ്മൾ ബോധമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കെമിക്കൽ ഡ്രഗ്സ് നയിക്കും. അതുപോലെ തന്നെ ബോധമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് തീവ്രവാദത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇൻഡോക്ട്രിനേഷനും നമ്മളെ നയിക്കും എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഇതിൽ ഏതാണിപ്പോൾ അഫാന് സംഭവിച്ചിരിക്കുന്നത്? പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. പോലീസ് അന്വേഷിച്ച് കുറേയൊക്കെ കണ്ടുപിടിച്ചിരിക്കും ഇപ്പോൾ തന്നെ. പക്ഷേ അത് പൊതുമണ്ഡലത്തിൽ അവരിപ്പോൾ പറയുകയില്ല. കോടതിയിൽ ഹാജരാക്കാനുള്ള തെളിവുകളാണ്. അപ്പോൾ അതിനാണ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പ്രതിഭാഗം വക്കീൽ ഇതിനെ ഖണ്ഡിക്കാനുള്ള വകുപ്പുകൾ തന്നു. അത് കേസിനെ ദുർബലപ്പെടുത്തും. ആ കേസിന് കുറ്റവാളികൾ ആരായാലും ശരി അവർ ശിക്ഷിക്കപ്പെടാതെ പോകരുത് എന്നുള്ളത് മാത്രമാണ്. നിരപരാധികളെ കൊന്ന ഈ അപരാധി ശിക്ഷിക്കപ്പെടാതെ പോയാൽ ഈ സമൂഹത്തിന് സന്ദേശമാണ് നൽകുന്നത്. എന്നത്തേക്കുമായിട്ടുള്ള തെറ്റായ സന്ദേശമായിരിക്കും.